കണക്കിന് മൃഗങ്ങളെ അറുത്തിട്ട് ബലിതർപ്പണം നടത്തിയിട്ട് സാധുക്കൾക്കും നാട്ടുകാർക്കും ഭക്ഷണം കൊടുത്താലും ഖളാ ഉള്ള നിസ്കാരം റബ്ബ് വിടൂല. അതുകൊണ്ട് ഈ വസിയ്യത്ത് ചെറിയ വസിയ്യത്തല്ല. അസ്സലാത്ത് അസ്സലാ. അതുകൊണ്ടല്ലേ ഫതുഹുൽ മുഈനിന്റെ തുടക്കത്തിൽ നിസ്കാരം ഖളാ ഉള്ളവർ അത്യാവശ്യ സമയങ്ങളിൽ ഒഴിച്ച് ബാക്കി മുഴുവൻ സമയവും നിസ്കാരം ഖളാ വീട്ടുന്നതിൽ വിനിയോഗിക്കൽ നിർബന്ധമാണെന്നും ആ വിനിയോഗിക്കുന്നതിന്റെ മാർഗത്തിൽ സുന്നത്ത് നിസ്കാരം അവർക്ക് നിഷിദ്ധമാണെന്നും രേഖപ്പെടുത്തിയത് നമ്മളെല്ലാവരും അറിയുന്ന വിഷയമാണല്ലോ. അതുകൊണ്ട് ഖളാ ഉള്ള നിസ്കാരങ്ങളിൽ ആഗവത്തോടെ കാണരുത്. മേലാൽ ഒരു നിസ്കാരവും ഖളാ ആക്കില്ലെന്ന് നബി തങ്ങളെ വസിയ്യത്ത് പറയുന്ന അവസാനത്തെ മജ്‌ലിസിൽ വെച്ച് പ്രതിജ്ഞ എടുത്തോളൂ. നിസ്കാരം ശ്രദ്ധിക്കണേ, നിസ്കാരം പരിഗണിക്കണേ. അല്ലാഹുവിന്റെ ഹബീബി ഭൂമി ലോകത്ത് വെച്ച് ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിസ്കാരം പോലെ നബിതങ്ങൾ ഇഷ്ടപ്പെട്ടൊരു അമലില്ലല്ലോ. നിസ്കാരം പോലെ സ്വഹാബത്ത് ഇഷ്ടപ്പെട്ടൊരു അമലില്ലല്ലോ. കടുമരത്തിന്റെ മുന്നിൽ വെച്ച് ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിനോട്, ഹുബൈബേ എന്ത് വേണം ഹുബൈബേ? 2 ആഴ്ചയോളം തടവറയിൽ താമസിച്ച ഹുബൈബ് തങ്ങൾ എൻ്റെ ഭാര്യനെ കാണണമെന്ന് പറഞ്ഞില്ല, എൻ്റെ മക്കളെ കാണണമെന്ന് പറഞ്ഞില്ല. അവരെ എല്ലാവരെയും എനിക്ക് ഇനിയും കാണാമല്ലോ, മരണത്തിന് ശേഷവും. എനിക്ക് അവസാനമായി വേണ്ടത് ദഊനി ഉസല്ലി റക്അതൈൻ. എൻ്റെ കയ്യിൻ്റെ ബന്ധനം ഒന്ന് അയച്ചു തരൂ, കാലിൻ്റെ കെട്ടൊന്ന് അയച്ചു തരൂ, ഞാനൊരു 2 റക്അത്ത് നിസ്കരിക്കട്ടെ. ആദ്യമായി ചരിത്രത്തിൽ കഴുമരത്തിന്റെ മുന്നിൽ നിസ്കരിച്ചിട്ട് മാതൃക കാണിച്ച മഹാനല്ലേ. 2 നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയിട്ട് പറഞ്ഞു, ലൗലാ അൻത ളുന്നു അന്നമാ ബി ജസഉൻ ലസിത്തു. നിസ്കരിക്കുന്നത് മരിക്കാൻ പേടിയുള്ളത് കൊണ്ടാണ്, കടുമരത്തിൽ കയറുന്നതിന് വിഷമുള്ളത് കൊണ്ടാണെന്ന് ഒരു ധാരണ നിങ്ങൾക്ക് വരില്ലായിരുന്നെങ്കിൽ ഇനിയും ഞാൻ നിസ്കരിക്കുമായിരുന്നു. നിസ്കരിച്ചിട്ട് എൻ്റെ താല്പര്യം മാറിയിട്ടില്ല.